രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സിന്റെ നേതൃത്വത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സായംപ്രഭ അംഗങ്ങൾക്കായി സ്നേഹസ്പർശം എന്ന പേരിൽ സായംപ്രഭ സംഗമം നടത്തി. കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ ഡോക്ടർ അംബ്രോസ് പുത്തംവീട്ടിലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയോടെ സായംപ്രഭ സംഗമം ആരംഭിച്ചു. തുടർന്ന് സെന്റ് മൈക്കിൾ കത്തീഡ്രൽ പാരിഷ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി നാടകരംഗത്തും മലയാള ചലച്ചിത്ര രംഗത്തും തന്റെ അഭിനയ മികവ് തെളിയിച്ച സിനി ആർട്ടിസ്റ്റ് പൗളി വത്സൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തംവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതം ആശംസിച്ചു. മറിമായം എന്ന മലയാള ടെലിവിഷൻ പരമ്പരയിലൂടെ പ്രശസ്തി നേടിയ സിനി ആർട്ടിസ്റ്റും തിരക്കഥാകൃത്തുമായ സലീം ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് KCBC, JPD കമ്മീഷന്റെയും കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെയും ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ, കോട്ടപ്പുറം രൂപത വികാർ ജനറൽ മോൺസിഞ്ഞൂർ റോക്കി റോബിൻ കളത്തിൽ, കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എംബനേസർ ആന്റണി എന്നിവർ സംസാരിച്ചു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് നന്ദി പറഞ്ഞു. തുടർന്ന് സായംപ്രഭ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. പരിപാടിയിൽ പങ്കെടുത്ത 1000 സായംപ്രഭ അംഗങ്ങൾക്കും കോട്ടപ്പുറം രൂപത മെത്രാൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് കോട്ടപ്പുറം രൂപതയുടെ കൈത്താങ്ങ് 26,50,000 രൂപയുടെ സഹായം കോട്ടപ്പുറം രൂപത ബിഷപ്പ് KCBC, JPD കമ്മീഷന് കൈമാറി. പരിപാടിക്ക് കിഡ്സ് സ്റ്റാഫ് അംഗങ്ങൾ, കിഡ്സ് ആനിമേറ്റർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉദ്ഘാടനം നടത്തുക എന്ന ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടത് ദൈവത്തിന് നന്ദി പറയുന്നു. മറ്റുള്ളെല്ലാവരും വളരെ സന്തോഷമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരാണ് എന്ന് പറയാനുണ്ട്. എല്ലാ പ്രശ്നങ്ങളും ശരി, ഓരോരുത്തർക്കും ഓരോ സന്തോഷങ്ങളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും ഇല്ലാതെ എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നത് വളരെ സന്തോഷം. അതിലൂടെ സംഘടിപ്പിച്ച ആ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയും. ഒരു സമയം കഴിയുമ്പോൾ മാതാപിതാക്കന്മാർ പേരക്കളാകളെ നോക്കാൻ വേണ്ടി മാത്രം സ്കൂളുകളിൽ തന്നെ നോക്കാൻ, പാല് മേടിക്കാനും ബിസ്ക്കറ്റ് മേടിക്കാനും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഒരുപാട് അപ്പോഴേ ഇവിടെ തനിച്ചാക്കിയ മക്കളെല്ലാവരും പുറത്തു പോയി അവരുടേതായ ജീവിതം തേടാതിരിക്കാനും നിവർത്തിയില്ല. കാരണം നമ്മുടെ കാലം കാശുണ്ടെങ്കിൽ ഇവിടെ എന്തും നടക്കും. അപ്പൊ അതുകൊണ്ട് മക്കളെല്ലാവരും നമ്മൾ പഠിപ്പിച്ച് എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ അവർ പോകുന്നു. നമ്മൾക്ക് അവരെ തടയാനും നിവർത്തിയില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയും. ആ ഒറ്റപ്പെടലിൽ നിന്നൊരു വ്യത്യാസത്തിലോ നമുക്ക് എല്ലാവർക്കും ഇങ്ങനൊരു സംഘടന ഉണ്ടാവുകയും ഇതിലെല്ലാവരും കൂട്ടായ്മ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷം. ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അധികം പറയുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനമായ കാര്യം നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് മാതാ, പിതാ, ഗുരു, ദൈവം. ദൈവത്തിനും ഗുരുക്കന്മാർക്കും മുന്നേ അപ്പച്ചനെ അമ്മച്ചിയൊക്കെ അവർക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ തന്നെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും വലിയ നന്മകൾ നേടുകയാണ്. ഈ അപ്പച്ചന്മാരും അമ്മച്ചിമാരുമാണ് നമ്മുടെ കുടുംബങ്ങളെ ശ്രേഷ്ഠ കുടുംബങ്ങളാക്കി മാറ്റുന്നത്. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളൊക്കെ ഗാർഹിക സഭ എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം ആദ്യത്തെ വിദ്യാലയമാണ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല അധ്യാപകരാണ്. രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ നല്ല ദേവാലയങ്ങളാണ്. ആദ്യത്തെ ദേവാലയങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ഓരോ രീതികളൊക്കെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നിങ്ങൾ കാർമ്മികരാണ്. മൂന്നാമതായിട്ട് നമ്മുടെ ഓരോ കുടുംബങ്ങളും ഒരു ആതുരാലയമാണ്. എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്നതെന്ന് നിങ്ങൾ പഠിപ്പിച്ചു. വൈദികരുടെ ഇടയിൽ ഒരു സീറ്റ് ലഭിച്ചതിൽ, അതിൽ സാധാരണക്കാരനായ എന്നെ പങ്കെടുപ്പിച്ചതിൽ പോളലച്ചനോടുള്ള നന്ദിയും കടപ്പാടും മരണം വരെ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു. മറിമായത്തിലൂടെയാണ് നിങ്ങൾ എന്നെ പരിചയപ്പെടുന്നത്.
ഒരുപാട് ചാനലുകളിൽ ആയിരക്കണക്കിന് പ്രോഗ്രാമുകളുള്ളതിൽ 14 വർഷക്കാലമായി ജനപക്ഷത്ത് നിൽക്കുന്ന ഈ പ്രോഗ്രാമിനെ ഇരു കൈയിൽ നീട്ടി സ്വീകരിച്ച നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയാനാണ് ഇങ്ങനെയുള്ള വേദി ഉപയോഗിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സമയം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മളെക്കുറിച്ച് ഓർക്കാൻ, നമ്മളെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ, നമ്മൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കാൻ നമ്മളോട് കുറുമ്പ് തോന്നാത്ത ആകെ 2 പേരെ ഭൂമിയിലുണ്ടാവുകയുള്ളത് അച്ഛനും അമ്മയുമാണ്.